ഹലോ ഹായ് എല്ലാവരും സുഖമായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. എനിവേ വെൽക്കം ടു മൈ ക്ലാസ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും പറയുകയാണ്, ഇതൊരു പ്രാക്ടിക്കൽ പേപ്പറാണ്. ഇപ്പൊ നമ്മളവിടെ കോളേജിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാനിതിങ്ങനെ കാണിച്ചു തന്നെ എങ്ങനെയാണ് എറഡാസിൽ ഇത് ചെയ്യുന്നത്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞത്. എറഡാസ് ആണ് നമ്മൾ പ്രധാനമായിട്ട് ഇമേജ് പ്രോസസ്സിങ്ങിനായിട്ട് റിമോട്ട്ലി സെൻസ്ഡ് ഇമേജ് പ്രോസസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പം ക്ലാസ്സുകളൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടുതൽ ഇപ്പൊ ഞാൻ ഈ വെള്ളിയാഴ്ച സെഷൻ വെക്കുന്നുണ്ട്. അപ്പൊ വെള്ളിയാഴ്ച നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. എന്തായാലും ഇനിയും രണ്ട് വീഡിയോ കൂടെ വരും. അപ്പൊ ഗുഡ് മോർണിംഗ് പറയാൻ പോകുന്നത്. അപ്പൊ ഗുഡ് മോർണിംഗ് ക്ലാസ്. അപ്പൊ ഇതെന്റെ 5ാമത്തെ വീഡിയോ ലെസൺ ആണ്. അപ്പം ഈ ലെസണിൽ ഞാൻ പറയുന്നത് ഈ മറ്റേ റിമോട്ട് സെൻസിംഗിലെ ഈ കോൺസെപ്റ്റ്സ് ആണ്. ഇമേജ് റെക്ടിഫിക്കേഷൻ ആൻഡ് റിസ്റ്റോറേഷൻ, ജിയോമെട്രിക് കറക്ഷൻ, റേഡിയോമെട്രിക് കറക്ഷൻ, നോയിസ് റിമൂവൽ. അപ്പം ഈ 4 കോൺസെപ്റ്റ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. പിന്നെ ഒരു കാര്യം നോട്ടീസ് ചെയ്തിട്ടുണ്ട്, നിങ്ങളിൽ പലരും പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ല. ചിലപ്പോ 4-5 പേരൊക്കെയാണ് റെസ്പോണ്ട് ചെയ്തത്. അതൊരു നല്ല പ്രവണതയല്ല. അതായത് കൃത്യമായിട്ട് റെസ്പോണ്ട് ചെയ്യുക. PG സ്റ്റുഡൻസ് ആണ്, ഇതിങ്ങനെ വീണ്ടും പറയിക്കരുത്. ഇത് കൃത്യമായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഇത് കാര്യം കുറച്ചുകൂടെ വ്യക്തമാകത്തേ ഉള്ളൂ. നിങ്ങൾ ഈ ക്ലാസ് മനസ്സിലാവുകയാണെങ്കിൽ നിങ്ങൾ ഇത് ഒന്നോ രണ്ടോ പ്രാവശ്യം കണ്ട ശേഷം ഇതിലുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുകയും പിന്നെ നിങ്ങൾക്ക് മറ്റേ ഞാൻ പറഞ്ഞു നോട്ട്സ് ഞാൻ ഈ മറ്റേ ഒരു പവർ പോയിന്റിന്റെ PDF തന്നെ തരും. ഈ ഞാൻ എഴുതുന്ന അപ്പൊ ഈ ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കുന്ന അതിന്റെ തന്നെ ഒരു കോപ്പി ഞാൻ നിങ്ങൾക്ക് തരും. അപ്പൊ നിങ്ങൾ അതൊന്നും ആലോചിച്ച് അല്ലാതെ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. നോട്ട്സ് ഒക്കെ ഞാൻ തരും. അപ്പം മാക്സിമം കാര്യങ്ങളുമായിട്ട് സഹകരിക്കുക. അതൊരു പഠന പ്രവർത്തനങ്ങൾ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ നിങ്ങൾ കൂടെ റെസ്പോണ്ട് ചെയ്യുന്നത് കൃത്യമായി റെസ്പോണ്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ വ്യക്തമാകത്തുള്ളൂ. അപ്പം റെസ്പോണ്ട് ചെയ്യുക, കൃത്യമായിട്ട് റെസ്പോണ്ട് ചെയ്യുക, കൃത്യമായിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുക. കുറെ പേര് അങ്ങനെ പ്രത്യേകിച്ച് റെസ്പോണ്ട് ഒന്നും ചെയ്യാറില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ എന്താ പറയാ, അതൊരു ഈ പഠന പ്രവർത്തനത്തെ ഒരു സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകുന്നതിനുള്ള തടസ്സങ്ങളാണ്. അപ്പൊ നിങ്ങൾ കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ ആൻസർ പറയും, അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ ഞാൻ റെഫറൻസ് ഒക്കെ എടുത്തിട്ട് ആൻസർ പറയും. അപ്പൊ സുഹൃത്തുക്കളെ അപ്പൊ നമുക്ക് ഇതിലേക്ക് കിടക്കാം, ചാപ്റ്ററിലേക്ക് കിടക്കാം. അപ്പൊ ഇന്ന് 4 കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇമേജ് റെക്ടിഫിക്കേഷൻ ആൻഡ് റിസ്റ്റോറേഷൻ, ജിയോമെട്രിക് കറക്ഷൻ, റേഡിയോമെട്രിക് കറക്ഷൻ ആൻഡ് നോയിസ് റിമൂവൽ. അപ്പം നിങ്ങൾ കാര്യങ്ങൾ, അതായത് ഈ റേഡിയോമെട്രിക് റെസൊല്യൂഷൻ, സ്പെക്ട്രൽ റെസൊല്യൂഷൻ, സ്പേഷ്യൽ റെസൊല്യൂഷൻ, ടെമ്പറൽ റെസൊല്യൂഷൻ, അങ്ങനെ കുറച്ച് കോൺസെപ്റ്റുകളൊക്കെ ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തില്ലെങ്കിലും പ്രീവിയസ് യൂണിറ്റ്സിൽ ഇതെല്ലാം വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ള ധാരണയിലാണ് ഞാൻ എന്റെ ക്ലാസ്സുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പം ഇതെല്ലാം ഒരു കൃത്യമായിട്ടൊരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളിലും എന്താ പറയാ ഒരു ധാരണ ഇടാൻ പറ്റത്തുള്ളൂ. അപ്പൊ ടൈപ്സ് ഓഫ് സാറ്റലൈറ്റ് ഇമേജസ് നമ്മൾ പറഞ്ഞു, സ്പോട്ട്, ലാൻഡ്സാറ്റ്, മോഡിസ്, ആസ്ട്രോ, അങ്ങനെ ഡിഫറെന്റ് സാറ്റലൈറ്റ് ഇമേജസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പം നെക്സ്റ്റ് ഇനി ഇമേജ് പ്രീ പ്രോസസിംഗ് എന്ന് പറഞ്ഞ പാർട്ടാണ്. അപ്പം നമ്മള് നമ്മള് റിമോട്ട് സെൻസിങ്ങിന്റെ ഒരു പാർട്ട് മാത്രമേ ചെയ്യുള്ളൂ. ഇപ്പൊ നമ്മൾ ജിയോഗ്രഫി പഠിച്ച അല്ലെങ്കിൽ GIS ചെയ്യുന്നവർ ചെയ്യുന്നത് റിമോട്ട് സെൻസിങ്ങിന്റെ ടോട്ടൽ പ്രോസസ് നമ്മൾ ചെയ്യുന്നില്ല. നമ്മൾ ഓൾറെഡി ഈ റിമോട്ട്ലി സെൻസ്ഡ് ഇമേജ്, അപ്പൊ റിമോട്ട് സെൻസിംഗ്, ഇന്ത്യയിൽ റിമോട്ട് സെൻസിംഗ് ചെയ്യുന്ന ഒരു സ്ഥാപനം എന്ന് പറയുന്നത് ISR ആണ്. അതിൽ നാഷണൽ റിമോട്ട് സെൻസിംഗ് ഏജൻസി സ്പെസിഫിക് ആയിട്ടൊരു ഏജൻസി തന്നെ ഉണ്ട്. അപ്പൊ ഓരോ സ്ഥലത്തും ഓരോ രാജ്യങ്ങളിലും അവരുടേതായിട്ടുള്ള ഒരു നോഡൽ നാഷണൽ ഏജൻസി ഉണ്ട്. അവരാണ് റിമോട്ട് സെൻസിംഗ് ചെയ്യുന്നത്. നമ്മൾ എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഇമേജ്, ഈ റിമോട്ട്ലി സെൻസ്ഡ് ഇമേജ്, അതിന് നമുക്ക് ആവശ്യമുള്ളത് അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്നു. വി ആർ എക്സ്ട്രാക്ടിങ് enough amount of information what we need. ഇപ്പൊ ലാൻഡ് യൂസിന്റെ ഇൻഫർമേഷൻ, അപ്പൊ ലാൻഡ് യൂസിലാണെങ്കിൽ ഇപ്പൊ ലാൻഡ് യൂസ് ലെവൽ 1 ഉണ്ട്, ലെവൽ 2 ഉണ്ട്, ലെവൽ 3 ഉണ്ട്, അങ്ങനെ പല കാറ്റഗറി പറയുന്നത്. അപ്പൊ നമുക്ക് എന്താണോ ആവശ്യം അത് ഈ സാറ്റലൈറ്റ് ഇമേജിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്നു. ഫൈൻ. അപ്പം ഇത് ജിയോ ലിങ്ക്ഡ് ആണ് ഈ സാറ്റലൈറ്റ് ഇമേജ്. അപ്പൊ ഞാനൊരു സാറ്റലൈറ്റ് ഇമേജിന്റെ ഒരു സംഭവം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫൈൻ. If it is possible, I will show you today itself. അപ്പം ഈ സാറ്റലൈറ്റ് ഇമേജിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ, ഇപ്പൊ ലാൻഡ് യൂസിന്റെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഡിഫറെന്റ് ആസ്പെക്ട്സ്, ഡിഫറെന്റ്, ഇപ്പം ഒരു സ്ഥലത്ത് എത്ര സ്നോ കവർ ഉണ്ട്,
ഒരു സ്ഥലത്തെ ചൂട് എത്രയാണ്, ഫൈൻ. ലാൻഡ് ടെമ്പറേച്ചർ എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ പല ഡിഫറെന്റ് ഓപ്ഷൻ നമുക്ക് എന്തൊക്കെയാണ് ആവശ്യം അത് നമ്മൾ ഇമേജിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തു. ഈ റിമോട്ട് സെൻസ് ചെയ്ത ഇമേജ്, സാറ്റലൈറ്റ് ഇമേജ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തു. അപ്പം ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാ ഇമേജും, പിന്നെ ഈ വേറൊരു കാര്യം കൂടി പറയാം, ഇത് കുറച്ച് ഓൾഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. ഈ പറയുന്ന ജിയോമെട്രിക്, റേഡിയോമെട്രിക്, നോയിസ് റിമൂവൽ, ഇതൊക്കെ കുറച്ചുകൂടെ പഴയ കോൺസെപ്റ്റ് ആണ്. അതായത് ഈ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഒക്കെ വ്യാപകമാകുന്നതിന് മുമ്പുള്ള ഒരു കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇമേജ് പ്രോസസ്സിംഗ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ടെക്നോളജി ഉപയോഗിച്ച് പ്രോസസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഇങ്ങനെ ഡയറക്റ്റ് നമ്മൾ ഇത് ചെയ്തില്ലെങ്കിലും ഈ റഡാസ് ഇല്ലെങ്കിലും നമുക്കിത് കാണിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഇത് എന്താണ്, ഇതിലേക്ക് ഞാൻ ഈ പോയിന്റിലേക്ക് വരാം. അപ്പം ഈ സാറ്റലൈറ്റ് ഉപയോഗിച്ചെടുത്ത ഇമേജ് എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കത്തില്ല. അപ്പൊ അതിൽ ചില ജിയോമെട്രിക്കൽ ആയിട്ടുള്ള, അതായത് നമ്മൾ ഈ പ്രൊജക്ഷൻ അല്ലെങ്കിൽ ഈ കോർഡിനേറ്റ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞ ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. ഫൈൻ. ഈ മറ്റേ ഈ റേഡിയോമെട്രിക് കറക്ഷനിലും ഈ പ്രശ്നം, അതായത് അതിലിപ്പോ എന്താ പറയാ, ഈ റെക്കോർഡ് ചെയ്ത ഇമേജിലുള്ള റേഡിയേഷനിൽ നോയ്സ്, പല പ്രശ്നങ്ങൾ, അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ക്ലിയർ ആയിട്ടുള്ള ഇമേജ് കിട്ടില്ല. അപ്പൊ ഈ ഇറർ വി ആർ റിമൂവിങ് ദിസ് കൈൻഡ്സ് ഓഫ് ഇറർ. ഫൈൻ, ദാറ്റ് പ്രോസസ്. ഫൈൻ. അപ്പൊ നമുക്ക് അതിന്റെ ഒരു റിട്ടൺ ഡെഫിനിഷൻ എന്ന് പറയാൻ പറ്റുന്നത്, സോ ഇമേജ് റെക്ടിഫിക്കേഷൻ ആൻഡ് റീസ്റ്റോറേഷൻ എന്നുള്ളതിന്റെ ഡെഫിനിഷൻ പറയുന്നത്, the image rectification and restoration refer to those operations that are primarily to the main analysis. It produces a corrected image that is as close as possible, both radiometrically and geometrically, to the radiant energy characteristics of the original scene എന്ന് വെച്ചാൽ ഇമേജ്. അപ്പൊ എന്താണ് ഈ രണ്ട് പ്രോസസ്, അതായത് ജിയോമെട്രിക്കലി ആൻഡ് റേഡിയോമെട്രിക്കലി, അതാണ് ഇതിൽ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. the image rectification and restoration refer to those operations. In that one, operation means this radiometrically and geometrically. ഈ ഒരു പ്രോസസ്, അപ്പൊ ഇതാണ് അതിന്റെ റിട്ടൺ ഡെഫിനിഷൻ. Image rectification and restoration refer to those operations that are primarily to the main analysis. It produces a corrected image that is close as possible, both radiometrically and geometrically, to the radiant energy characteristics of the original scene, original image. അപ്പം ഈ ഒറിജിനൽ ഇമേജ് ചെറിയ മാറ്റങ്ങൾ വരുത്തുന്ന, അതിലുള്ള ചെറിയ ഇറർ, ഫൈൻ, അതിലുള്ള ചില തെറ്റുകൾ തിരുത്തുന്ന ആ പ്രോസസ്സിനെയാണ് ഈ ഇമേജ് റെസ്റ്റോറേഷൻ അല്ലെങ്കിൽ ഇമേജ് റെക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് രണ്ട് തരത്തിലാണ് ചെയ്യുന്നത്. അതാണ് ഈ പറയുന്ന ജിയോമെട്രിക് കറക്ഷൻ ആൻഡ് റേഡിയോമെട്രിക് കറക്ഷൻ ആൻഡ് നോയ്സ് റിമൂവൽ. ഫൈൻ. അപ്പൊ നമുക്ക് ഫസ്റ്റ് എന്താണ് ജിയോമെട്രിക് കറക്ഷൻ എന്ന് നോക്കാം. അപ്പൊ ജിയോമെട്രിക് കറക്ഷന്റെ ഒരു ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ, geometric correction is undertaken to avoid geometrical distortions from a distorted image and is achieved by establishing the relationship between the image coordinate system and geographical coordinate system using calibration data of the sensor, measured data of position and altitude, ground control points, atmospheric condition, etc. അപ്പം ഇതിന്റെ ഒരു മിനിറ്റ്, എക്സ്ക്യൂസ് മീ. അപ്പൊ ഇതിന്റെ ഒരു ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ, ഇത് തന്നെ ജിയോമെട്രിക് കറക്ഷൻ ഈസ് അണ്ടർടേക്കൺ ടു അവോയ്ഡ് ജിയോമെട്രിക്കൽ ഡിസ്റ്റോർഷൻസ് from a distorted image and is achieved by establishing the relationship between image coordinate system and the geographical coordinate system using calibration of data of the sensor, measured data of position and altitude, ground control points and atmospheric condition. അതായത് ഇതില് എന്താ പറയാ, ഇത് ഞാൻ ഇതിലൊരു കറക്റ്റ് ചെയ്ത ഇമേജ് ഞാൻ ഇതിന്റെ ഇതിൽ എൻ പോയിന്റിൽ കാണിക്കും. അപ്പൊ അതിന്റെ ക്ലിയർ ആയിട്ടുള്ള കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാവും. അപ്പൊ അതിന്റെ ഒരു പ്രോസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവെ എറഡാസ് എന്ന് പറഞ്ഞ ഇമാജിനാണ് ഉപയോഗിക്കുന്നത്, എറഡാസ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത്. അപ്പൊ അതില് ഈ ഇമേജ് ഇൻപുട്ട് ചെയ്യും. അപ്പൊ അതിലൊരു സെലക്ഷൻ മെത്തേഡ് ഉണ്ട്. അപ്പൊ അതില് പല മെത്തേഡ് ഉണ്ട്. സിമെട്രിക് കറക്ഷൻ ഉണ്ട്, നോൺ സിമെട്രിക് കറക്ഷൻ ഉണ്ട്, കമ്പൈൻഡ് മെത്തേഡ്, ഇത് രണ്ടും കൂടെ കമ്പൈൻഡ് ചെയ്തിട്ടുള്ള മെത്തേഡ് ഉണ്ട്. ദെൻ ഡിറ്റർമിനേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് എന്താണ് ഇതിൽ പ്രശ്നം എന്ന് നോക്കുക. ഇത് ചെരിഞ്ഞിട്ടാണോ, അങ്ങനെയുള്ള ചില ജിയോമെട്രിക്കൽ ആയിട്ടുള്ള പല പ്രോബ്ലംസ്. ദെൻ അക്യുറസി, ഇത് ചെക്ക് ചെയ്യുന്നു. അതായത് ഇന്റർപോളേഷൻ ആൻഡ് റീസാമ്പിളിംഗ്, ഔട്ട്പുട്ട് ഇമേജ്. അപ്പം ഈ ഒരു പ്രോസസ്സിലൂടെയാണ് നമ്മൾ ജിയോമെട്രിക് കറക്റ്റ് ചെയ്ത ഒരു ഇമേജ് എടുക്കുന്നത്. സോറി, ഞാൻ അതിന്റെ ഒരു ഇമേജ് എടുക്കാൻ പറഞ്ഞു. അത്
ഓക്കെ, ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇതിന്റെ ഒരു ഈ ഒരു ജിയോമെട്രിക് കറക്റ്റ് ചെയ്ത ഇമേജ് ഞാൻ കാണിക്കുന്നതായിരിക്കും. ഫൈൻ. ഈ കോർഡിനേറ്റ് സിസ്റ്റത്തിലുള്ള, അതായത് ഈ ഞാൻ പറഞ്ഞു നമ്മൾ ഈ കാണുന്ന ഈ എന്താ പറയാ ഈ സാറ്റലൈറ്റ് ഇമേജ് ജസ്റ്റ് ഒരു ഇമേജ് അല്ല, അത് ജിയോ ലിങ്ക്ഡ് ആണ്. അതിൽ ലാറ്റിറ്റ്യൂഡും ലോജിറ്റ്യൂഡും മറ്റേ രേഖപ്പെടുത്തിയിട്ടുള്ള ഇമേജ് ആണ്. ദാറ്റ് ഈസ് നോൺ ആസ് ജിയോ ലിങ്കിങ് ഓർ ജിയോ റെഫറൻസിങ്. അതായത് ഇപ്പൊ നിങ്ങളുടെ ഫോണിൽ ഒരു ഫോട്ടോ എടുക്കാന്ന് വിചാരിക്കുക. ആ ഫോട്ടോ എടുക്കുമ്പോൾ അതിൽ ലൊക്കേഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ, ലൊക്കേഷൻ ഓൺ ചെയ്ത് ഫോട്ടോ എടുത്ത് ജിയോ ടാഗ്ഡ് ഫോട്ടോസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ തന്നെ ഇപ്പോൾ ഫോണിലൊക്കെ ഉണ്ട്. അത് ഇതുമായിട്ട് കമ്പയർ ചെയ്യാനൊന്നും പറ്റില്ല, പക്ഷെ അതിന്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷൻ ആണ് ഈ പറയുന്ന ഈ സാറ്റലൈറ്റ് ഇമേജസിന്റെ ഒരു സ്പെക്യുലാരിറ്റി. അപ്പൊ അതിലുള്ള ചേഞ്ചസ് മാറ്റുന്നതാണ് ഈ ജിയോമെട്രിക് കറക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫൈൻ. അപ്പം നമുക്ക് അതിന്റെ പ്രോസസ്സാണ് ഇത് കാണിച്ചിരിക്കുന്നത്. നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പോവാം. റേഡിയോമെട്രിക് കറക്ഷൻ. ഇത് ഞാൻ ഈ ജിയോമെട്രിക് കറക്ഷന്റെ ഒരു ഇമേജ് ഇതിൽ ആഡ് ചെയ്യാൻ മറന്നു പോയതാണ്. റേഡിയോമെട്രിക് കറക്ഷന്റെ ഇമേജ് ഞാൻ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. യെസ്, റേഡിയോമെട്രിക് കറക്ഷന്റെ അതാണ് ഈ ഇതില് ഈ മറ്റേ ഒരു സെക്കൻഡ് ഇതാണ് ഈ മറ്റേ എന്റെ മൗസിന്റെ പോയിന്റർ കണ്ടോ? ഈ ഒറിജിനൽ ഇമേജ് ഇത് എങ്ങനെയാണ് ഈ റിസൾട്ട്, ആ കറക്ഷൻ ചെയ്ത ഇമേജിന്റെ റിസൾട്ട് ആണ് ഈ കാണിക്കുന്നത്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജ് ആണ്, പാൻക്രോമാറ്റിക് ഇമേജ് ആണ്. പാൻക്രോമാറ്റിക് എന്ന് പറഞ്ഞാൽ സിംഗിൾ കളർ ഇമേജ് ആണ്. അപ്പം നമുക്ക് റേഡിയോമെട്രിക് കറക്ഷന്റെ നോക്കാം. അപ്പൊ ഞാൻ ഈ റേഡിയോമെട്രിക് കറക്ഷൻ എന്താന്ന് പറഞ്ഞായിരുന്നു. അത് ഈ ഇമേജിന്റെ സെൻസേഴ്സിന്റെ ഇതിലുള്ള വേവ് ലെങ്ത്, സെൻസർ ചെയ്യുന്ന എനർജിയുടെ വേവ് ലെങ്ത്തിലുള്ള ഡിഫറൻസ് ആണ് റേഡിയോമെട്രിക് റെസൊല്യൂഷൻ എന്ന് ഓൾറെഡി പറഞ്ഞായിരുന്നു, അറിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഫൈൻ. അപ്പോൾ റേഡിയോമെട്രിക് കറക്ഷൻ ആസ് എനി ഇമേജ് ഇൻവോൾവ്സ് റേഡിയോമെട്രിക് എറേഴ്സ് as well as geometric errors. These errors should be corrected. Radiometric correction is to avoid radiometric errors of errors and distortion, while geometric correction is remove geometric distortion. Fine. അപ്പം റേഡിയോമെട്രിക് ആയിട്ടുള്ള ഇറർ, അതിന്റെ ഡിസ്റ്റോർഷൻ മാറ്റുന്ന പ്രോസസ്സാണ് റേഡിയോമെട്രിക് കറക്ഷൻ. അപ്പൊ അതിന്റെ കുറച്ച് കണ്ടിന്യൂഷൻ ആയിട്ട് when the emitted or reflected electromagnetic energy is observed by a sensor on board an aircraft or spacecraft, the observed energy does not coincide with the energy emitted or reflected from the same object observed from a short distance. This is due to the sun's azimuth and the elevation of atmospheric conditions such as fog or aerosols, sensors response, etc., which influence the observed energy. Therefore, in order to obtain the real irradiance or reflectance, those radiometric distortion must be corrected. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മള് പറഞ്ഞു പാസീവ് ആക്റ്റീവ്. അപ്പൊ നമ്മൾ ആക്റ്റീവ് റിമോട്ട് സെൻസിങ്ങിലാണ് ഇതെല്ലാം വരുന്നത്. അപ്പൊ ആക്റ്റീവ് റിമോട്ട് സെൻസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന്, അതായത് സാറ്റലൈറ്റിൽ നിന്ന് ഒരു പർട്ടിക്കുലർ എനർജി, അതായത് ഒരു പർട്ടിക്കുലർ വേവ് ലെങ്ത്തിലുള്ള വേവ്സ് ഭൂമിയിലേക്ക് സെൻഡ് ചെയ്ത് അത് തിരിച്ച് ആ സെൻസർ ഒബ്സർവ് ചെയ്തിട്ടാണ് ഈ പറയുന്ന സാറ്റലൈറ്റ് ഇമേജസ് എടുക്കുന്നത്. അപ്പം ഈ സാറ്റലൈറ്റിൽ നിന്ന് വരുന്ന പർട്ടിക്കുലർ വേവ് ലെങ്ത്തിലുള്ള വേവ്സ് ഭൂമിയിൽ വന്ന് പർട്ടിക്കുലർ ഒബ്ജക്റ്റിൽ തട്ടി തിരിച്ചു പോകുന്ന സമയത്ത് അറ്റ്മോസ്ഫിയറിലുള്ള സട്ടൻ എന്താ പറയാ, ഇപ്പം ക്ലൗഡ് ആയിക്കോട്ടെ, എയറോസോൾസ്, അങ്ങനെയുള്ള സംഭവങ്ങളിൽ തട്ടി ഈ എനർജി ഡീവിയേറ്റ് ചെയ്ത് ഈ എന്താ പറയാ ഈ ഇമേജിലുള്ള ഇതേണ്ട ഈ ഇമേജ് ക്ലിയർ അല്ല, ഈ ഒരു ഇമേജ് ക്ലിയർ ആയി എടുക്കുന്ന പ്രോസസ്. ഫൈൻ. അപ്പൊ ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് പ്രശ്നങ്ങൾ നേരിടുന്നത് ഒഴിവാക്കുന്ന പ്രോസസ്. ഫൈൻ. ഇത്തരത്തിലുള്ള ഇറർ മിനിമൈസ് ചെയ്യുന്ന പ്രോസസ്സാണ് റേഡിയോമെട്രിക് കറക്ഷൻ. ഫൈൻ. നിങ്ങൾക്ക് പിടികിട്ടിയില്ലെങ്കിൽ ചോദിക്കുക, ഇതിനെപ്പറ്റി ഈ ക്ലാസ് കണ്ടു കഴിഞ്ഞ് ചോദിക്കുക. അപ്പൊ അതിന്റെ സ്റ്റെപ്സ് ആണ് ഈ എഴുതിയിരിക്കുന്നത്. അപ്പൊ റേഡിയോമെട്രിക് കറക്ഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്, അപ്പം അതിന്റെ ഒപ്റ്റിക്കൽ സെൻസർ ആണോ, അപ്പൊ ഇതൊക്കെ നിങ്ങൾ എന്താ പറയാ നിങ്ങൾ നോക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി ക്ലാസ് എടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സൺ ആംഗിൾ ഓർ ടോപ്പോഗ്രഫി, ദെൻ അറ്റ്മോസ്ഫിയറിക് കറക്ഷൻ ഉണ്ട്, അബ്സോർപ്ഷൻ, സ്കാറ്ററിങ്. അപ്പം ഈ സ്കാറ്ററിങ് അത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഫിസിക്സിൽ പഠിച്ച സ്കാറ്ററിങ് എന്താണ്, എനർജി ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് പോകുന്ന പ്രോസസ്സിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. ഈ ഒരു പ്രോസസ്സ് എന്താണ് ഇതിന്റെ പ്രശ്നം എന്ന് മനസ്സിലാക്കിയത്. അതായത്
നമ്മുടെ ഭൂമി എന്ന് പറയുന്ന ഒരു കൃത്യമായിട്ട് ഒരു ബോൾ പോലുള്ള ഒരു സെറ്റപ്പ് ഒന്നുമല്ല, അൺഡുലേറ്റിംഗ് ടോപ്പോഗ്രഫിയാണ്. അപ്പൊ ഓരോ പർട്ടിക്കുലർ ഒബ്ജക്റ്റിൽ വന്ന് വേവ് വന്ന് തട്ടി തിരിച്ച് സാറ്റലൈറ്റ് സെൻസറിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, ആൾട്ടിറ്റ്യൂഡൽ ഡിഫറൻസ്, ക്ലൗഡ്, എയർ റിസോഴ്സ്, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന പ്രോസസ്സാണ് ഈ റേഡിയോമെട്രിക് കറക്ഷൻ. ഇതിന്റെ സ്റ്റെപ്സ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഇത് കറക്റ്റ് ചെയ്യാത്ത ഇമേജും ഇത് കറക്റ്റ് ചെയ്ത ഇമേജുമാണ് ഈ കാണിക്കുന്നത്. ഫൈൻ. അതിന്റെ ഒരു കറക്ഷൻ ബൈ ഓരോ മെത്തേഡാണ് ഈ പറയുന്ന ഈ കാണിച്ചിരിക്കുന്നത്. ഫൈൻ. അപ്പം അതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട റേഡിയോമെട്രിക് കറക്ഷനിലെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. ദെൻ നമുക്ക് ലാസ്റ്റ് പോയിന്റിലേക്ക് വരാം. നോയിസ് കൺടാമിനേഷൻ ഓർ നോയിസിന്റെ നോയിസ് റിമൂവൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ. അപ്പോൾ നോയിസ് കൺടാമിനേഷൻ ഓഫ് റിമോട്ട് സെൻസിങ് ഡാറ്റ ഇസ് an inherent problem and various techniques have been developed to counter its effects. In multi-band imagery, principal component analysis, നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിലൊക്കെ മെഷർ ചെയ്യുന്ന സംഭവമാണ്. പ്രിൻസിപ്പൽ കോമ്പോണൻസ് ക്യാൻ ബി ആൻ എഫക്റ്റീവ് മെത്തേഡ് ഓഫ് നോയിസ് റിഡക്ഷൻ. ഫോർ സിംഗിൾ ഇമേജസ് convolution masking is more suitable. അപ്പൊ രണ്ട് മെത്തേഡാണ് ഈ പറയുന്നത്. പ്രിൻസിപ്പൽ കോമ്പൗണ്ട് അനാലിസിസ് എന്ന് പറഞ്ഞ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഈ നോയിസ് റിഡക്ഷൻ. അതായത് നോയിസ് എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് നോയിസസ് ഉണ്ട്. അപ്പൊ അതിൽ ക്ലൗഡ് ആയിരിക്കാം, അതിൽ ഈ ആൾട്ടിറ്റ്യൂഡ് ഡിഫറൻസ് ആയിരിക്കാം, ഈ മറ്റേ എന്താ പറയാ പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കാം. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു വേറെ പ്രത്യേകത ഞാൻ പറയാം. ഇപ്പൊ 2020 ഇതൊക്കെ കുറച്ച് ഞാൻ പറയാം. കുറച്ച് ഇപ്പോഴത്തെ സെൻസേഴ്സ് പഴയ സെൻസറുകൾ ഒരുപാട് പവർഫുൾ ആണ്. അപ്പം ഈ പ്രശ്നങ്ങളൊക്കെ കമ്പാരിറ്റീവ്ലി മിനിമൽ ആണ്. നമ്മളിങ്ങനെ നോയിസ് കറക്ഷൻ എപ്പോഴും ചെയ്യേണ്ട കാര്യമില്ല. ചില ഇമേജസിൽ മാത്രം നോയിസ് കറക്ഷൻ ചെയ്താൽ മതി. ഇതാണ് ഈ ഒരു നോയിസ് റിഡക്ഷൻ ഇൻ ഹൈപ്പോട്ടൽ ഇമേജറി. ഇത് ഈ നോയിസ് റിഡക്ഷൻ ചെയ്ത ഇമേജ് എങ്ങനെ ഇരിക്കും എന്നാണ് ഈ കാണിക്കുന്നത് കേട്ടാ. ഒരു എക്സാമ്പിൾ ആണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എന്തായാലും അപ്പൊ ഈ 3 കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. അങ്ങനെ ഒരു സംഭവം. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാം. നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ചോദിക്കാം. എനിക്ക് അറിയുന്ന രീതിയിലൊക്കെ ഞാൻ പറഞ്ഞു തരും. ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, ഇത് മനസ്സിലാക്കാൻ കുറച്ച് പാടാണ്. കാരണം മറ്റൊന്നുമല്ല, ഇത് മനസ്സിലാക്കാൻ പാട് എന്ന് പറയുന്നതിന്റെ എക്സാക്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒരു 70 അല്ലെങ്കിൽ 80% പ്രാക്ടിക്കലും 20% തിയറിയാണ്. ഈ 20% തിയറിയാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം പ്രാക്ടിക്കലിൽ യാതൊരു വിധ ഒരു അറിവില്ലാത്ത ഒരാൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എനിക്ക് എന്റെ ക്ലാസ് അതിമഹത്തായ ക്ലാസ് ആണ്, അതിഭയങ്കരമായ ക്ലാസ് ആണെന്നുള്ള അഭിപ്രായമൊന്നുമില്ല. എന്റെ ക്ലാസ് ഒരു വളരെ സാധാരണ ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. അപ്പൊ എന്നെ പഠിപ്പിച്ച അധ്യാപകന്റെ ക്ലാസ്സുകളായിട്ടൊന്നും കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ എന്നെ റിമോട്ട് സെൻസിങ് പഠിച്ച ഡോക്ടർ ഭാസ്കരൻ എന്ന് പറഞ്ഞൊരു സാറാണ്. അപ്പൊ സാറ് ജിയോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് റിമോട്ട് സെൻസിങ് സ്പെഷ്യലൈസ് ചെയ്ത് PhD എടുത്തത്. അപ്പൊ സാറിന്റെ ക്ലാസ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴൊന്നും എന്റെ ക്ലാസ് ഒരു വലിയ മെച്ചമൊന്നും ഇല്ലാന്ന് എനിക്ക് തന്നെ അറിയാം. പക്ഷേ നിങ്ങള് ഈ ഇതിലെ കാര്യങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ആ ഒരു പോയിന്റ് ബേസ് തന്നെയാണ്. ആ പോയിന്റുകളൊന്നും തെറ്റില്ല. എനിക്ക് അങ്ങനെ ഒരുപാട് എക്സാമ്പിൾ ഒന്നും പറഞ്ഞു തരാനൊന്നും അറിയില്ല. പക്ഷെ നിങ്ങൾ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ എനിക്ക് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കുക. അപ്പം അടുത്ത ക്ലാസ് ഓരോ ക്ലാസ്സുമായിട്ട് സഹകരിക്കുക. കൃത്യമായിട്ട് അസസ്മെന്റ് ചെയ്യുക. അസസ്മെന്റ് ചെയ്തില്ലെങ്കിൽ അത് വേറെ ബുദ്ധിമുട്ടുകളിലേക്ക് നയിക്കും. ഫൈൻ. അപ്പോൾ നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ചോദിക്കുക. നിങ്ങളുടെ എന്താ പറയാ ഡൗട്ട്സ് ചോദിക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ റെഫറൻസിനും മറ്റും പറ്റുന്നത്. അപ്പോൾ താങ്ക്സ് ഫോർ സപ്പോർട്ടിങ് മൈ ക്ലാസ്. താങ്ക്സ് a lot.